ഈ പൂരി ഇങ്ങനെ താളത്തിൽ മുട്ടിപ്പൊട്ടിച്ച് ഇതൊക്കെ കോരി നിറച്ച് ദാ ഇങ്ങനെ ഒരെണ്ണം കഴിക്കാൻ തോന്നില്ലേ? കുറേ നാളായി ഉണ്ടാക്കാൻ മടിച്ച് മാറ്റി നിർത്തിയതാണ് ഇവനെ. വൈകിട്ട് ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. എന്തെങ്കിലും കുറിക്കാൻ വേണ്ടേ? ഇതാ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ 2 പച്ചമുളകും ഇഞ്ചിയും ചെറുനാരങ്ങാ നീരും വെള്ളവും ചേർത്ത് അടിച്ചെടുക്കാം. ഇനി ഇതിനെ അരിച്ചെടുത്ത് ജീരകപ്പൊടിയും ചാറ്റ് മസാലയും ഉപ്പും കുരുമുളകും ചേർത്ത് അല്പം പുളിവെള്ളവും 1 കപ്പ് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് പുളിവെള്ളവും ശർക്കരപ്പാനിയും ഡേറ്റ്സ് കുതിർത്തിയതും ചേർത്ത് പാനിലേക്ക് ഒഴിച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. ശേഷം ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായി മുളക് പൊടി, ജീരകപ്പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. കട്ടാമിട്ട പാനീയം റെഡിയായി. ഇനി 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ച് സവാളയും ഗ്രീൻ പീസും മല്ലിയിലയും ഉപ്പും ചാറ്റ് മസാലയും മുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ സെയിം ടേസ്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. വീട്ടിൽ നിന്നുണ്ടാക്കുമ്പോൾ നമുക്ക് ഹെൽത്തിയായി തന്നെ കഴിക്കാമല്ലോ. ഇനി പൂരി ഇങ്ങനെ ചൂടെണ്ണയിലിട്ട് വറുത്ത് കോരാം. എന്തായാലും സംഭവം സെറ്റായിട്ടുണ്ട്. ആക്കുമ്പോൾ ഇത്ര ടേസ്റ്റ് ഞങ്ങളും വിചാരിച്ചില്ല. ഇനി ഇങ്ങനെയൊന്ന് കഴിച്ചു നോക്ക്, സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ ഇവനെയും പാക്ക് ചെയ്ത് നേരെ ബീച്ചിലോട്ട് വിട്ടു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.